നമസ്കാരം. വിഷ്ണുമായ ക്ഷേത്രമായ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തേക്കാണ് ഇന്നത്തെ യാത്ര. ക്ഷേത്രത്തിന്റെ ഉൾവശത്തായിട്ട് വിഷ്ണുമായയുടെ ഐതിഹ്യം ശില്പങ്ങളായിട്ട് ചുമരിൽ കൊത്തിവെച്ചിട്ടുണ്ട്. വിഷ്ണുമായയുടെ ഐതിഹ്യം പലതരത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ഐതിഹ്യം ഞാൻ പറഞ്ഞു തരാം. ശിവഭഗവാനും കൂളിവാകയായി മാറിയ പാർവതീ ദേവിക്കും ജനിച്ച ദിവ്യപുത്രനാണ് ശ്രീ വിഷ്ണുമായ സ്വാമി. അങ്ങനെ പറയുമ്പോൾ കൂളിവാകാദേവി ആരെന്നറിയണ്ടേ? പണ്ടൊരിക്കല് നായാട്ടിനിറങ്ങിയ കൈലാസനാഥൻ, അതായത് ശിവൻ, വനത്തിനുള്ളിൽ നിന്ന് ഗന്ധർവ കിന്നര സാന്നിധ്യമുള്ള ഒരു ഗാനം കേൾക്കുകയും ആ ഗാനത്തിന്റെ ഉറവിടം ഒരു വേടത്തരുണിയായ കൂളിവാക എന്ന സുന്ദരിയാണെന്ന് മനസ്സിലാക്കി അവിടെ എത്തുകയും അവളിൽ കാമപരവശനായി തീരുകയും ചെയ്തു അത്രേ. അപ്പോ ശിവൻ തൻ്റെ ഇഷ്ടം കൂളിവാകയോട് പറഞ്ഞിട്ട് താൻ തിരികെ വരുന്ന സമയം അറിയിച്ചിട്ട് നായാട്ടിന് പോവുകയുണ്ടായി. ആ സമയം കൂളിവാക എന്താ ചെയ്തതെന്ന് വെച്ചാൽ, കൂളിവാക നമ്മുടെ പാർവതീ ദേവിയുടെ ഭയങ്കര ഭക്തയാണ്. അപ്പോൾ ദേവിയെ സ്തുതിച്ച് പ്രത്യക്ഷപ്പെടുത്തിയിട്ട് തൻ്റെ വിഷമാവസ്ഥ അറിയിക്കുകയുണ്ടായി. അപ്പോൾ പൂർവജന്മത്തിൽ കൈലാസത്തിലെ പരിചാരിണിയായിരുന്നു കൂളിവാക. ആ സമയത്ത് പാർവതീപുത്രനായിട്ടുള്ള ഉണ്ണി ഗണപതിയെ മുലയൂട്ടുകയുണ്ടായി ഈ കൂളിവാക. അപ്പോൾ ആ കോപം സഹിക്ക വയ്യാതെ പാർവതീ ദേവിയുടെ ശാപം കൊണ്ടാണ് ഈ കൂളിവാക എന്ന ഇവള് ചണ്ടാല കുലത്തിൽ വന്ന് പിറന്നതെന്ന് ദേവി അവളെ ധരിപ്പിക്കുകയുണ്ടായി. കന്യകാത്വം നഷ്ടപ്പെടുന്നതിന് മുൻപായിട്ട് ശിവപുത്രനെ മുലയൂട്ടാനായിട്ട് അവസരം ലഭിച്ചാൽ ശാപമോക്ഷം ലഭിക്കുമെന്ന് അന്ന് അരുൾ ചെയ്തിരുന്ന ദേവി ഇപ്രകാരം വന്നു ഭവിച്ചത് വിധി നിർണയം ഒന്നുകൊണ്ട് മാത്രമാണെന്നും താൻ വേടത്തരുണിയുടെ വേഷം ധരിച്ച് ശ്രീപരമേശ്വരനെ സ്വീകരിച്ചു കൊള്ളാമെന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ച് കൂളിവാകയെ യാത്രയാക്കി എന്നുമാണ് പറയുന്നത്. പിന്നീട് മായാ കൂളിവാകയായിട്ടുള്ള പാർവതീ ദേവിക്ക് മഹേശ്വരനിൽ ജനിച്ച ശിശുവിന് നല്ലൊരു പോത്തിൻകുട്ടിയെ കാവലാക്കിയിട്ട് കൈലാസത്തിലെത്തിയ മഹാദേവൻ ആ കുട്ടിയെ അനുഗ്രഹിച്ചിട്ട് കൂളിവാകയെ ഏൽപ്പിക്കാൻ പാർവതീ ദേവിയോട് പറഞ്ഞു. അപ്രകാരം കൂളിവനത്തിലെത്തിയ ദേവി ശിശുവിന് വിഷ്ണുമായ എന്ന് നാമകരണം ചെയ്ത് കൂളിവാകയെ ഏൽപ്പിച്ചു എന്നാണ് ഐതിഹ്യം. അപ്പോൾ ആ കുഞ്ഞ് ജലന്ധരൻ എന്ന ക്രൂരനായിട്ടുള്ള ഒരു അസുരന്റെ അന്തകനാകുമെന്നും ദേവി കൂളിവാകയോട് പറയുകയുണ്ടായിട്ടോ. കൂളിവാകയോടൊപ്പം വർഷങ്ങൾ ജീവിച്ച ശേഷം പക്വത പ്രാപിച്ചപ്പോൾ ശിശു, അതായത് കുമാരൻ, തൻ്റെ ശരിയായ മാതാപിതാക്കളെ കുറിച്ച് അറിയാനിടവന്നു. തുടർന്ന് തൻ്റെ പ്രിയവാഹനമായിട്ടുള്ള പോത്തിൻ്റെ മുകളിൽ ഈഴാറയും മുഴക്കിയിട്ട് ശിവനന്ദൻ അവരെ കാണാനായിട്ട് യാത്രയാവുകയുണ്ടായി. മുൻപരിചയമില്ലാത്ത കുട്ടിക്ക് കൈലാസത്തിലേക്ക് പ്രവേശനം നിഷേധിച്ചപ്പോൾ അകത്ത് കയറാൻ കുമാരൻ വിഷ്ണു ഭഗവാന്റെ രൂപം പ്രാപിക്കുകയുണ്ടായി. അങ്ങനെയാണ് വിഷ്ണുമായ എന്ന പേര് വന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. ശിവഭഗവാനും കൂളിവാകയായി മാറിയ പാർവതീദേവിക്കും ജനിച്ച പുത്രനാണ് വിഷ്ണുമായ സ്വാമി എന്ന് മനസ്സിലായല്ലോ. ശാസ്താവിനും മുരുകനും വിഘ്നേശ്വരനും തുല്യനായ വിഷ്ണുമായ സ്വാമി പരക്കെ ആരാധിക്കപ്പെടുന്ന ഒരു ദൈവമല്ല, പകരം പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റാനായി പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ഭക്തരാണ് വിഷ്ണുമായ സ്വാമിയുടേത്. എളുപ്പം പ്രസാദിക്കുന്നതും സഹാനുഭൂതിയുമുള്ളവനുമായ ഈ ദൈവം തൻ്റെ ഭക്തജനങ്ങൾക്ക് എന്നും പ്രിയങ്കരനാണ്. വിഷ്ണുമായ സ്വാമി ഏവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.